കളർഫുള്ളായ അത്തപ്പൂക്കളത്തിൻ്റെ സൈഡിൽ നിറയെ കളർഫുള്ളായ പൂക്കളും ഇട്ട് അമ്മു ചിരിച്ച് നിൽക്കണ കണ്ടില്ലേ. ഇന്ന് അവരുടെ സ്കൂളിലെ ഓണാഘോഷമായിരുന്നു. പക്ഷെ അമ്മു ഇന്ന് പോയില്ല. അപ്പവും പപ്പുവും പോയിട്ടുണ്ടായിരുന്നു. അപ്പൂനെയും പപ്പൂനെയും വൈകിട്ട് വരെ ഇരുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി വിളിച്ചതാണ്. വിളിക്കാൻ പോയ സീനുകളാണ് കേട്ടോ. കുട്ടികളൊക്കെ ഓണം മൂഡിൻ്റെ പാട്ട് പാടുന്നു, അതിന് ഡാൻസുണ്ട്. ഡാൻസിലെല്ലാം ഭയങ്കര ആവേശം. കുട്ടികളൊക്കെ ഒരേ ഡാൻസ്, ഒരു രക്ഷയില്ലാത്ത ഡാൻസ് കേട്ടോ. പിള്ളേരെല്ലാം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് അപ്പൂൻ്റെ അടുത്ത് ഞാൻ വിളിച്ചപ്പോൾ അപ്പു പകുതി വഴി വരെ എൻ്റെ കൂടെ വന്നിട്ട് കരഞ്ഞ് വിളിച്ച് തിരിച്ചു പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവനെ കൊണ്ട് വീണ്ടും ടീച്ചറിൻ്റെ അടുത്ത് ഏൽപ്പിച്ച്. അപ്പം നോക്കിയപ്പോൾ ഇവിടെ ചെക്കന്മാരുടെ ഡാൻസ് നടക്കുന്നു. അതിൻ്റെ കൂടി ഇവിടെ പിള്ളേർ ഓഡിറ്റോറിയത്തിൽ പിള്ളേർ കൂടെ ഇരുന്ന് ഭയങ്കര ഡാൻസ്, ഭയങ്കര വൈബിൽ പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെയൊക്കെ നമ്മുടെ ചെറുതിലെ നമ്മുടെ ഓണാഘോഷത്തിനൊക്കെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിനൊന്നും അങ്ങനെ കൊണ്ടിരുത്തി അല്ലെങ്കിൽ എല്ലാവരും ഗ്രൂപ്പായിട്ട് പാട്ടിട്ട് ഡാൻസ് കളിച്ച് അങ്ങനൊന്നും അനുഭവം എനിക്ക് സ്കൂളിലില്ല കേട്ടോ. ഇതിനു വേണ്ടി ഇവിടെ പിള്ളേരൊക്കെ കളിക്കണതും പിള്ളേരെല്ലാവരും ഒരു മടിയില്ലാതെ എണീറ്റ് ഇത് കളിക്കണം കണ്ടപ്പോൾ ഇത് ഓണം മോഡിൻ്റെ ഡാൻസാണ് കേട്ടോ. പിള്ളേരൊക്കെ തകർക്കുമായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. മുണ്ടുടുത്തവരുണ്ട്, പിന്നെ ഓണം തീമിൽ വന്നവരുണ്ട്, ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ തിരിച്ചു കൊണ്ടാക്കാൻ ചെന്ന ഞാനും അവനും കൂടി അവിടെ നിന്ന് ഈ ഡാൻസ് എല്ലാം കണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ഓണം മോഡിൻ്റെ ഡാൻസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ അത് പാട്ട് ഇട്ട് ഷോർട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പിള്ളേരുടെ ഒരു ആവേശം കാണിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും പിള്ളേർക്കാണ് ആഘോഷങ്ങളെന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്നപ്പോൾ നമ്മളും ആ ഓണം വൈബിലെത്തി. ശരിക്കും സർവോദയം ചെന്നപ്പോഴാണ് ഞാനും ഇപ്പോൾ എല്ലായിടത്തും ഓണം എത്തിയെന്ന് പറഞ്ഞാലും ഞാനും ആ ഓണം മോഡിലോട്ട് എത്തിയത് കേട്ടോ. അവിടെ അടുത്ത മഹാബലിനെയും വാമനനെയും ഒക്കെ വരവേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ മഹാബലിനെ കാണുന്നതും ഇവിടെ സർവോദയയിൽ എനിക്കപ്പം തോന്നി ഓണം എത്തി, വാമനനും മഹാബലിയൊക്കെ പ്രജകളെ കാണാൻ എത്തിത്തുടങ്ങി. പിന്നെ നമ്മളവിടെ ആ പിള്ളേരുടെയൊക്കെ ഒരു സന്തോഷം കണ്ട് അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. മാക്സിമം പിള്ളേരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ, ഏറ്റവും ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികളെ വരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ശരിക്കും ആ ഓണം വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൂമാലയൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത കുറേ ഊഞ്ഞാലുകളും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ ഓണം വൈബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഈ ഓണാഘോഷത്തിൻ്റെ പേര് തന്നെ സർവോണപ്പുലരി അങ്ങനെയായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ഇന്ന് പോയില്ലായിരുന്നെങ്കിൽ ഒരു വലിയ മിസ്സായിരുന്നെന്ന് എനിക്ക് തോന്നിയായിരുന്നേ. സാധാരണ നമ്മൾ ഒരു പേരിനൊരു ഓണം സെലിബ്രേഷൻ വയ്ക്കും, അതുപോലെ തന്നെ ഒരു അത്തപ്പൂക്കളം വടംവലി മത്സരം, അത് കഴിഞ്ഞ് പിള്ളേർക്ക് കുറച്ച് പായസമൊക്കെ കൊടുത്ത് അങ്ങ് പിരിയും. അങ്ങനല്ലായിരുന്നു കേട്ടോ. പിന്നെ മാവേലി നാടുവാണിയിടും കാലം ആ പാട്ടൊക്കെ പാടി പിള്ളേരെ എല്ലാവരും എൻ്റർടൈൻ ചെയ്ത് വാമനനും മഹാബലിയൊക്കെ വന്ന് ആ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇതായിരുന്നു ഓണത്തിൻ്റെ പിന്നിലുള്ള സന്ദേശം എന്നൊക്കെ പറഞ്ഞ് മഹാബലിയെ വീണ്ടും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് വാമനൻ തിരിച്ച് പറഞ്ഞയച്ച്. അപ്പോഴേക്കും അമ്മുക്കുട്ടി അവിടെ വീണ്ടും ഊഞ്ഞാലിലൊക്കെ കയറി മഹാബലിയും വാമനനുമായിട്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മുക്കുട്ടി നിൽക്കും. ഇപ്പം കഴിഞ്ഞ ആ ലാസ്റ്റ് സെഗ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേരെ നന്നായിട്ട് ആവേശം കൊള്ളിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കേട്ട് വീണ്ടും അതൊന്ന് എടുക്കാനായിട്ട് വീണ്ടും പോയതാണ്. അപ്പോഴേക്കും അമ്മുക്കുട്ടി അടുത്ത ഊഞ്ഞാലി സ്ഥാനം പിടിച്ച് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അവിടെ രണ്ടാട്ടമൊക്കെ ആട്ടി. അപ്പോഴേക്കും നമ്മുടെ ചേട്ടച്ചാർ കാറി കയറി ഇരിപ്പായി. കാറി കയറി ഇരുന്ന ചേട്ടച്ചാരെയും തിരിച്ച് ടീച്ചറിൻ്റെ അടുത്ത് തന്നെ അപ്പുക്കുട്ടനെയും കൊണ്ടാക്കിയിട്ട് വീണ്ടും ഞങ്ങൾ സ്കൂളിനൊക്കെ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം.